79 വർഷത്തെ ഏറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം ലോകം മുഴുവനും ഇന്ന് കൈക്കൊമ്പുകളിൽ അല്ല, മറിച്ച് ഒരു വിരൽ തുമ്പിൽ എത്തിപ്പെടുത്തി നിൽക്കുമ്പോൾ ഇന്ന് ആധുനിക വിവര സാങ്കേതിക വിദ്യ അറിവ് നേടാനായിട്ട് ഏറ്റവും കൂടുതൽ സാധിക്കുന്ന എല്ലാ അറിവും ഇന്ന് പുസ്തകത്തിന് അപ്പുറം ഒരു വിരൽ തുമ്പിൽ വന്ന് എത്തി നിൽക്കുകയാണ്. ലോകം അത്രനേരം വളർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു സ്മാർട്ട് റൂം വളരെ അത്യാവശ്യമാണ് എന്ന് ഏറെ നാളുകളായി ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും PTA-യും സ്റ്റാഫും എല്ലാം ഒന്നിച്ച് ചിന്തിക്കുകയായിരുന്നു. ഞാനിവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ മുൻ ഹെഡ് മാസ്റ്ററും മാനേജരും PTA അംഗങ്ങളും ഒന്നു ചേർന്ന് ഇതേക്കുറിച്ച് ചിന്തിക്കുകയും അതിനായി വേണ്ടപ്പെട്ട എല്ലാവരുടെയും അടുക്കൽ സമീപിച്ച് അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്ത് ഇന്ന് മറ്റ് സ്കൂളുകളിലെ കുട്ടികളോടൊപ്പം തന്നെ സ്മാർട്ട് റൂം അനുഭവം നമ്മുടെ പൊതു സ്കൂളായ സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് ലഭിക്കുവാൻ ഇടയാകുന്നു എന്നതാണ് എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം. മറ്റ് പല രാജ്യങ്ങളിലും ഗവൺമെൻറ് ആശുപത്രി, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് ബസ്സുകൾ ഇതെല്ലാം മറ്റ് പ്രൈവറ്റ് ഏജൻസി, പ്രൈവറ്റ് സ്ഥാപനങ്ങളെക്കാൾ ഒരു പടി കൂടി മുൻപിലാണ്. ഈ അടുത്തിടെ ഒരു ലേഖനത്തിൽ വായിക്കുന്നുണ്ടായി, എൻ്റെ കുട്ടി വലിയ നിലയിലുള്ള വിദ്യാഭ്യാസം നേടിയെടുക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള കുട്ടിക്ക് വിദ്യാഭ്യാസം ലഭിക്കാതെ അവൻ വഴിതെറ്റിപ്പോയാൽ എൻ്റെ കുട്ടിക്ക് ജീവിക്കുവാനായിട്ട് പ്രയാസമുണ്ട്. കാരണം ഒരറ്റത്ത് ഉയർന്ന തലത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ മറ്ററ്റത്ത് ആ വിദ്യാഭ്യാസം ലഭിക്കാതെ വന്നാൽ, ഇവർ രണ്ടുപേരും കൂടെ സമൂഹത്തിൽ വളർന്നു വന്നാൽ വിദ്യാഭ്യാസം ലഭിച്ച കുട്ടിക്ക് സുഗമമായിട്ട് തൻ്റെ സേവനം രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കാതെ വരും. അത് വായിച്ചപ്പോൾ എൻ്റെ ചിന്തയിലേക്ക് പോയ കാര്യം ഇതുതന്നെയാണ്. നമുക്കിന്ന് ചുറ്റും ധാരാളം പ്രൈവറ്റ് സ്കൂളുകൾ, വലിയ അവസരങ്ങൾ ലഭ്യമാകുന്ന തരത്തിൽ എല്ലാ തരത്തിലുള്ള സാധ്യതകളും ലഭിച്ച് പ്രവർത്തിച്ചു വരുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, ഇതുപോലെയുള്ള പൊതുമേഖലകളെല്ലാം ഒട്ടും പിന്നോട്ട് പോകാൻ അനുവദിക്കരുത്. ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് എനിക്ക് മുൻപുള്ള ഈ സ്കൂളിൻ്റെ ഗുണകാംക്ഷകൾ ഒന്നു ചേർന്ന് ഇത് ചിന്തിച്ചത്. ഇന്ന് ലോകം ഉറ്റുനോക്കുക സ്മാർട്ടായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കലാകായിക മേഖലകളിൽ മികവ് പുലർത്തിയിട്ടുള്ള ഒത്തിരി ആളുകളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇവരൊക്കെ ഇവരുടെ മേഖലകളിൽ കഴിവ് തെളിയിക്കണമെങ്കിൽ അവര് സ്മാർട്ടായിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം. സ്മാർട്ടായിട്ട് എനർജറ്റിക്കായിട്ട് ഇടപെടുന്നവരോടാണ് എല്ലാവർക്കും താല്പര്യം എന്നതിന് യാതൊരു സംശയവുമില്ല. ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് ലഭ്യമാകുമെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, അവരുടെ സാമീപ്യം അനുഭവിക്കുവാനായിട്ട്, അവരുടെ സാന്നിധ്യത്തിലായിരിക്കുവാനായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും എനർജറ്റിക്കായിട്ട് പോസിറ്റീവ് എനർജി നൽകിക്കൊണ്ട് പ്രസാദാത്മകമായിട്ട് സ്മാർട്ടായിട്ട് നിൽക്കുവാൻ കഴിയണം എന്നാണ് ഇന്ന് നാം മനസ്സിലാക്കുന്ന വലിയൊരു സത്യം.
ഇന്ന് വേക്കൻസികൾ കുറവാണ്, പക്ഷേ അതിലേക്കുള്ള ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ എനിക്ക് പറ്റിയ രീതിയിലുള്ള ജോലിയോ പഠനമോ എന്തുമായിക്കൊള്ളട്ടെ നേടിയെടുക്കുവാൻ കഴിയണമെങ്കിൽ സ്മാർട്ടായിട്ട് എനർജറ്റിക് ആയിട്ട് പെരുമാറുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം. അതിന് നമ്മെ സഹായിക്കുന്നതാകണം നമ്മുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റെല്ലാ കലാ കായിക മേഖലകളും ഒക്കെ. ഇന്ന് കരികുന്നം ഹയർ സെക്കൻഡറി സ്കൂളില് ഒരു പന്തുവൽ കൂടി ചാർത്തപ്പെടുകയാണ്. ഞങ്ങളും സ്മാർട്ടായി എന്ന് പറയാൻ പാകത്തിന്. നിങ്ങൾ എല്ലാവരും ഭൗതിക തലത്തിൽ മാത്രമല്ല ആഗോളമാനം നോക്കുമ്പോൾ എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും സ്മാർട്ടായിട്ട് വേണം ഈ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ എന്ന ചിന്തയോടുകൂടിയാണ് ഇങ്ങനെയൊരു ക്ലാസ് റൂം നമ്മൾ ഇവിടെ ആരംഭിച്ചിരിക്കുക. അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന ഈ നല്ല നിമിഷങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹപ്രദമായി തീരുവാൻ നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. ഇതിന് നമുക്ക് ഏറ്റവും അധികം സഹായവുമായി കൂടെ നിന്നത് നമ്മുടെ പ്രിയപ്പെട്ട PJ ജോസഫ് സാറാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ നമുക്കറിയാം, പ്രായത്തെ മറന്ന് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി നിയമസഭയിലേക്ക് പറഞ്ഞു വിടുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നത് ഒരു വലിയ സത്യമാണ്. അദ്ദേഹത്തിൻ്റെ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പല ബോർഡുകളും ഞാൻ ശ്രദ്ധിച്ചു. കുട്ടികളോടൊത്ത് ആയിരുന്നു കൊണ്ട് അവർ പറയുകയാണ്, ഞങ്ങളും ജോസഫ് സാറിനൊപ്പമാണ്. അവർക്കറിയാം അവർക്ക് വോട്ടൊന്നുമില്ല, പക്ഷെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ നിങ്ങളെപ്പോലെയുള്ള കുട്ടികളോടൊത്ത് അവർ പറയുകയാണ് ഞങ്ങളും ജോസഫ് സാറിനോടൊപ്പം ആണ് എന്ന് പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ മുൻ മന്ത്രിയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ MLA എന്ന ഖ്യാതിയും നേടിയ ജോസഫ് സാറ് തീർച്ചയായിട്ടും സ്മാർട്ടാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പൊ നല്ലൊരു സ്മാർട്ടായിട്ടുള്ള നമ്മുടെ ഈ പ്രിയപ്പെട്ട ജനപ്രതിനിധിക്ക് നമുക്ക് നല്ല സ്മാർട്ടായ ഒരു കയ്യടി നമുക്ക് നൽകാം. ഇനിയും അദ്ദേഹത്തിൽ ഏതാണ്ട് 43,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അദ്ദേഹത്തെ നമ്മൾ നിയമസഭയിലേക്ക് പറഞ്ഞു വിട്ടത്. നമ്മൾ പറഞ്ഞു വിട്ട് ഇപ്പോൾ നമ്മുടെ സ്വന്തമാണ് ഈ നാടിൻ്റെ, നമ്മുടെ പ്രിയങ്കരനായി നമുക്ക് വേണ്ടി ഇന്ന് നിയമസഭയിൽ ഉയർന്ന ശബ്ദമായി തീരുവാൻ സാറിന് കഴിയും. കാരണം അത്രമാത്രം ശക്തമായ പിന്തുണയാണ് നമ്മൾ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ സ്കൂളില് സ്മാർട്ടായ നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധി അദ്ദേഹത്തിൻ്റെ നല്ല ഉയർന്ന ചിന്തയോടുകൂടി നൽകിയ വലിയ ത്യാഗം ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ അതിന് പിന്നിൽ ത്യാഗബുദ്ധിയോടുകൂടി സഹകരണം നൽകിയ ജോസഫ് സാറിന് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ചൊക്കെ നമുക്ക് കുറവുണ്ടായപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് കഴിഞ്ഞ വർഷം റിട്ടയർഡായ നമ്മുടെ പ്രിയപ്പെട്ട 2 ടീച്ചർമാര്, സ്പീഡി ടീച്ചറും മേഴ്സി ടീച്ചറും, അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളിലെ മുൻ വിദ്യാർത്ഥികളായി ചിക്കാഗോയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുൻ വിദ്യാർത്ഥികളും ഒക്കെ ചേർന്ന് നിന്നപ്പോൾ ഇത് നമുക്ക് ഇന്ന് ഒരു യാഥാർത്ഥ്യമാക്കുവാൻ കഴിഞ്ഞു. അവരെയും ഞാൻ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഇതിനൊക്കെ പ്രചോദനമായി തീർന്നത് നമ്മുടെ മുൻ ഹെഡ് മാസ്റ്ററായിരുന്ന ജോസ് M. എടശ്ശേരി സാറാണ്.
സാർ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളെക്കാളും ഒരു പടി കൂടി ഉയർന്ന ഒരു സ്കൂളിൽ ഇന്ന് ഹെഡ് മാസ്റ്ററായിട്ട് അദ്ദേഹം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ സ്മാർട്ട് ക്ലാസ് റൂം ഇന്ന് യാഥാർത്ഥ്യമാകുവാൻ, നമുക്ക് ഇത് ഉപകാരപ്രദമായ രീതിയിൽ സംലഭ്യമാകുവാനായിട്ട് ത്യാഗത്തോടെ നല്ല മനസ്സ് കാണിച്ച എല്ലാവരെയും സർവശക്തനായ ദൈവത്തിന്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഇത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ നന്മകൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. വളരെ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന സെൻറ് അഗസ്റ്റിൻ സ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂള് ഓരോ വർഷവും പുരോഗതിയുടെ പാതയിൽ മുന്നോട്ട് നീങ്ങുകയാണ്. ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നു. ഞാൻ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുകകൊണ്ട് മാത്രമല്ല തീർന്നിരിക്കുന്നത്. ഇവിടുത്തെ മുൻ അധ്യാപകർ അതിനുവേണ്ടി ഉദാരമായി സംഭാവന നൽകിയിട്ടുണ്ട്. ഏതായാലും മാനേജ്മെൻറ്റ് അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി നല്ല പറഞ്ഞതുപോലെ ഓരോരുത്തരും സ്മാർട്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് നടന്നിരിക്കുന്നത്. അത് പരിപൂർണമായി നിങ്ങൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തണം. നമുക്കറിയാം, കമ്പ്യൂട്ടർ സാക്ഷരതയുടെ കാലഘട്ടമാണ്. എല്ലാ മേഖലയിലും നമുക്ക് പുരോഗതി പ്രാപിക്കണമെങ്കിൽ ഈ മേഖലയിലെ പരിജ്ഞാനവും അറിവും ഏറ്റവും ആവശ്യമാണ്. അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. കലാ കായിക മേഖലകളിലും അതുപോലെ തന്നെ അക്കാഡമിക് രംഗത്ത് വളരെ ഉന്നത നിലവാരം നടത്തുന്ന സെൻറ് അഗസ്റ്റിൻ സ്കൂളിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. പഠിച്ച് മിടുക്കരായി നാടിനും വീടിനും കൊള്ളാവുന്നവരായി നിങ്ങൾ ഓരോരുത്തരും തീരട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ അനുവാദത്തോടുകൂടി സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. ഇവിടെ വലിയ രണ്ട് പ്രസംഗം, ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേരുടെ പ്രസംഗം ഇവിടെ നടന്നു കഴിഞ്ഞു. അതിനേക്കാൾ അപ്പുറമായിട്ട് എനിക്ക് നിങ്ങളോടൊന്നും പറയുവാനില്ല. നമുക്കറിയാം, ഇവിടെ സ്മാർട്ട് ക്ലാസ് റൂം എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് സ്കൂൾ മാനേജ്മെൻറ്റും ഹെഡ് മിസ്ട്രസും ഒപ്പം ജോസഫ് സാറും ഒക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ഉതകത്തക്ക രീതിയിൽ നല്ല സ്മാർട്ടായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് വളർന്നു വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമാണ്. ഒത്തിരി പ്രസംഗം കേൾക്കുവാനുള്ള മനസ്സോ താല്പര്യമോ ഒന്നും കുഞ്ഞുങ്ങൾക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നല്ല സ്മാർട്ടായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി വരുവാൻ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും തീർച്ചയായിട്ടും ഈ സ്കൂളിൽ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ പുറകോട്ട് പോയാൽ തീർച്ചയായും അത് പുറകോട്ടുള്ള ഒരു പോക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
പണ്ടൊക്കെ സർക്കാർ വിദ്യാലയങ്ങളിൽ, ഗവൺമെൻറ്റിൻ്റെ വിദ്യാലയങ്ങളിൽ സൗകര്യങ്ങൾ കുറവാണ് എന്നൊക്കെ പറയുമായിരുന്നു എങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ളത് ഗവൺമെൻറ് സ്കൂളുകളിലാണ്. കാരണം അത് ഗവൺമെൻറ് തന്നെ അവർക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. നമുക്കറിയാം, ഈ വർഷത്തെ കുട്ടികളുടെ എണ്ണം എടുത്തപ്പോൾ നമ്മൾ പത്രങ്ങളിൽ വായിച്ചതാണ്, ഏറ്റവും കൂടുതൽ കുട്ടികൾ എണ്ണം കൂടുതലായി ചേർന്നിരിക്കുന്നത് ഗവൺമെൻറ് സ്കൂളിലാണ്. അപ്പോൾ ആ ഒരു പരിസ്ഥിതി, അതായത് മത്സരത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ പുറകോട്ട് പോകുവാൻ നമുക്ക് സാധ്യമല്ല. തീർച്ചയായും ഈ സ്മാർട്ട് ക്ലാസ് റൂം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നന്ദിയോടെ ഓർക്കേണ്ട ധാരാളം ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം അതിന് അനുവാദം തന്ന നമ്മളുടെ മാനേജർ അച്ഛൻ, നമ്മളുടെ സ്കൂളിലെ ഒരു സ്മാർട്ട് ക്ലാസ് റൂം തുടങ്ങുന്നതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു കൊള്ളാമെന്നും അതിൻ്റെ പിന്നിൽ നിൽക്കുമെന്നും വാഗ്ദാനം നൽകിയ നമ്മുടെ തോമസ് അച്ഛൻ. തീർച്ചയായും അച്ഛൻ്റെ അനുഗ്രഹ ആശംസകളോട് കൂടിയാണ് നമ്മൾ പ്രോഗ്രാം ആരംഭിച്ചത്. ഈ അവസരത്തിൽ അധ്യാപകരുമായി ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നമുക്കറിയാം, നമുക്ക് എന്ത് സംഗതിയും ചോദിച്ചാൽ തരുന്ന PJ ജോസഫ് സാർ MLA പേരാണ് ഏറ്റവും ആദ്യം നമ്മുടെ മുൻപിൽ എത്തിയത്. ഇവിടുന്ന് അധ്യാപകരോടൊപ്പം അവിടെ ചെല്ലുകയും സാറിനോട് കാര്യങ്ങളൊക്കെ പറയുകയും അതിന് മുൻകൈ എടുത്ത ഒരാൾ കൂടിയുണ്ട്, നമ്മളുടെ ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീ ജോജി എടാമ്പുറം. നമ്മളോടൊപ്പം വരികയും കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുകയും സാറ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിന് ആവശ്യമായിട്ടുള്ള 2 ലക്ഷം രൂപ വിലമതിക്കുന്ന അതിൻ്റെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും നമുക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അത് നമുക്ക് തരികയും ചെയ്തു. തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് വിജയിപ്പിക്കാനായിട്ട് സാധിച്ചത്. എന്നാൽ 1, 2, 3 പേരുടെ പേരുകൾ നമുക്ക് ഇതിനകം എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഓരോ തരത്തിൽ ആളുകളെ കാണുന്നതിനും അതിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും അവർ മുൻകൈയെടുത്ത് എന്നോടൊപ്പം, പ്രത്യേകിച്ച് ഈ നാടുമായി കൂടുതൽ ബന്ധമുള്ള അധ്യാപകരായതുകൊണ്ട് എന്നോടൊപ്പം അവർ പോരുകയും ആളുകളെ കാണുന്നതിന് മുൻകൈയെടുക്കുകയും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തവരാണ്. നമ്മുടെ ബാബു എബ്രഹാം സാറ്, ബാബു കുരുവിള സാറ്, അതോടൊപ്പം തന്നെ നമ്മളുടെ ജോൺസൺ സാറ്. ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലേക്ക് സാറ് പോയി എങ്കിലും തീർച്ചയായിട്ടും ആദ്യമായിട്ട് ആളുകളെ കാണാനും അതോടൊപ്പം അവരുടെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാനും മുൻകൈ എടുത്ത അധ്യാപകർ തീർച്ചയായിട്ടും ഇവരൊക്കെയാണ്. അതോടൊപ്പം നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ റെജി P. തോമസ്. നമുക്കറിയാം, ഞങ്ങൾ ഏറ്റവും ആദ്യം ഈ ആവശ്യവുമായി പോയി കണ്ടത് നമ്മളുടെ ഇഞ്ചനാട്ടിലെ കുര്യൻ സാറിൻ്റെ മകനായ രാജുവിനെയാണ്. അവിടെയുള്ള ആളുകളുടെ ഒരു സഹായം, അമേരിക്കയിലുള്ള ആളുകളുടെ ഒരു സഹായം തേടുന്നതിന് ഇവിടുന്ന് ലെറ്റർ അയക്കുകയും അതോടൊപ്പം തന്നെ പുള്ളിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ക്രോഡീകരണം, ആളുകളെ ഒന്ന് കാണുന്നതിന് ഏർപ്പാടാക്കുകയും ചെയ്തു. വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച ശ്രീ രാജുവിനെ നന്ദിയോടെ ഓർക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അവിടെ ആളുകളുടെ ഇടയിൽ അതിനാവശ്യമായ പബ്ലിസിറ്റികൾ കൊടുക്കുകയും അവരുടെ സഹകരണം ഉറപ്പാക്കുകയും ചെയ്തത് ശ്രീ രാജുവാണ്. തീർച്ചയായും ആ പൂർവ്വ വിദ്യാർത്ഥികളെ എല്ലാവരെയും, ഇവിടെ അതിന് സാമ്പത്തികമായി സഹായിച്ച അമേരിക്കയിലെ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതോടൊപ്പം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, എല്ലാ കാര്യങ്ങളും നമുക്ക് പൂർണ്ണമാക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഞാൻ ഇവിടെ റിട്ടയർ ചെയ്യുന്ന 2 അധ്യാപകരോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും നിങ്ങൾക്ക് ഇതിന് ആവശ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നമ്മളുടെ സ്പെയിനി ടീച്ചറും മോൾസിറ്റി. തീർച്ചയായും പറയേണ്ട താമസം മാത്രമേ ഉള്ളൂ. സാറ് എത്ര രൂപയാണ് അതിന് ഉദ്ദേശിക്കുന്നത്, ആ പൈസ ഞങ്ങൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് അവർ അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു 3 ലക്ഷം രൂപയോട് അടുത്തുള്ള
രൂപ ആയിട്ടുള്ള ഇതിൻ്റെ എല്ലാ ഫർണിഷിംഗ് വർക്കുകളും നമുക്ക് ഈ ആളുകളുടെയൊക്കെ സഹായത്തോടു കൂടി ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ പി ജെ ജോസഫ് സാറ് തന്ന പൈസ കൊണ്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും അതിൻ്റെ ഫർണിഷിങ്ങിന് ഞാൻ ഈ പറഞ്ഞ ആളുകൾ തന്നിട്ടുള്ള പൈസ കൊണ്ടും ഈ സ്മാർട്ട് ക്ലാസ് റൂം നമുക്ക് തീർച്ചയായിട്ടും പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ എന്തൊക്കെ പ്രവർത്തിച്ചാലും പൈസയും അതിൻ്റെ ഉപകരണങ്ങളും ഒന്നുമില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധ്യമല്ല. അതുപോലെ നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ അനുവാദം ആവശ്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം അതിൽ ഒരു ചെറിയ ഘടകം മാത്രമേ ഞാൻ ആകുന്നുള്ളൂ എന്നുള്ള കാര്യം തീർച്ചയായും നിങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കഴിഞ്ഞും കൂടുതലായി ഇതിനെല്ലാം അനുമോദനവും അഭിനന്ദനവും അറിയിക്കുന്ന ആളുകൾ ഞാൻ ഈ പറഞ്ഞവരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കലാകായിക രംഗങ്ങളിലും പാഠ്യ പ്രവർത്തനങ്ങളിലും വളരെ മുൻപന്തിയിലേക്ക് ഈ സ്കൂൾ പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, SSLCയുടെ റിസൾട്ട് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ റിസൾട്ട് നമുക്കറിയാം 93%. കോട്ടയം അതിരൂപതയിലെ മികച്ച ഒരു റിസൾട്ടാണ് 93%. അതുപോലെ എൻ്റെ അറിവനുസരിച്ച് ഇവിടെ കൊമേഴ്സ് വിഭാഗത്തിൽ 100% വിജയം. തീർച്ചയായിട്ടും നമ്മളുടെ ഈ അതിരൂപതയിലെ മികച്ച വിജയം നേടുവാനായിട്ട് ഇവിടുത്തെ ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറി സ്കൂളിനും സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു സംഗതിയാണ്. അപ്പോൾ ഈ സ്കൂളിനെ ഇനി വീണ്ടും നമ്മുടെ എല്ലാവരുടെയും കരുത്തുറ്റ ഒരു സപ്പോർട്ടോടുകൂടി ഈ നാടിന്, തീർച്ചയായും നമുക്കറിയാം ഈ നാടിൻ്റെ സപ്പോർട്ട് ഈ സ്കൂളിനുണ്ട്. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയം ഈ നാട്ടിലെ ആളുകളുടെ ഒരു വിഹിതമാണ് ഇതിൻ്റെ ഭാഗമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നമുക്ക് സാധിക്കാത്ത ഒരു കാര്യങ്ങളുമില്ല. ഈ സ്കൂളിനോട് സഹകരിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. തീർച്ചയായും ഇതിനെ ഒരു ഹൈടെക് സ്കൂളാക്കി മാറ്റുവാൻ പ്രഗത്ഭരായ ഇവിടുത്തെ ഭരണാധികാരികൾക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ PTA-ക്കും സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇവിടെ ഒരു സ്കൂൾ ബസ്സിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. തീർച്ചയായും അത് ഈ സ്കൂളിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ ജഗദീശ്വരൻ ഈ സ്കൂളിന് സാധിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും ഈ സമീപ പ്രദേശത്തുള്ള എല്ലാ ആളുകളും ഈ സ്കൂളിലേക്ക് കുട്ടികളെ വിടും. ഇനിയും ഇത് ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥിനികളായ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാകട്ടെ. ഈ സ്കൂള് ഒന്നിനൊന്നിന് ഉയരട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി എന്നെ വിളിച്ചതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്ത PJ ജോസഫ് സാർ, ഞങ്ങളുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട തോമസ് സാർ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയ വിദ്യാർത്ഥിനികളെ, നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ സ്കൂളിലും ആധുനിക ഡിജിറ്റൽ സൗകര്യത്തോടു കൂടിയുള്ള ക്ലാസ് റൂം സ്മാർട്ടായിട്ട് നിർമ്മിക്കാൻ സാധിച്ചു. അതിന് ഇവിടെ പ്രാവർത്തികമായിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഞാൻ ജോസാറിനെ പ്രത്യേകം അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഇന്നിവിടെ വരാൻ സന്മനസ് കാണിക്കുകയും ചെയ്തതിന് നന്ദി പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ ഏറ്റവും കൂടുതൽ ഫണ്ട് MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച അത് പൂർത്തിയാക്കാൻ ഇടയാക്കിയ ജോസഫ് സാറ് തൊടുപുഴയെ സ്മാർട്ടാക്കാൻ ഓടി നടക്കുന്നതോടൊപ്പം നമ്മുടെ സ്കൂൾ അതിൻ്റെ ഭാഗമാകാൻ അദ്ദേഹം വഴി കഴിയുന്നതിൽ നമ്മുടെ സ്കൂളിലെ എല്ലാ മാതാപിതാക്കളുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, ചിക്കാഗോയിലുള്ള സുഹൃത്തുക്കൾ, അവരുടെ ഒരു സഹകരണം, അതുപോലെ നമ്മുടെ സ്പീനി ടീച്ചറിൻ്റെയും മോൾസി ടീച്ചറിൻ്റെയും സഹകരണം, ഇതിനെല്ലാം നമ്മുടെ ഈ സ്കൂളിലെ എല്ലാ മാതാപിതാക്കളുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാ കുട്ടികളും നന്നായി സ്മാർട്ടായി നല്ല രീതിയിൽ വളർന്ന് പഠിച്ച് വരുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന ഒരു സ്മാർട്ട് ക്ലാസ് റൂം നമുക്ക് ഇന്നിവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശിഷ്ട വ്യക്തികളെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. അവർക്ക് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ
നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല. എന്തായാലും ഈ സംരംഭത്തിന് ഇത്രയേറെ സഹായങ്ങളെല്ലാം ലഭിച്ച ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും സ്മരിക്കുവാനും അവർക്ക് നന്ദി പറയുവാനുമുള്ള അവസരത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സ്കൂൾ മാനേജർ ഫാദർ തോമസ് കരിമ്പങ്കാലായി സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും, അത് പ്രത്യേകമായിട്ട് പറയുമ്പോൾ നമുക്കറിയാം, ഈ വർഷം തന്നെ നോക്കിയാൽ നമുക്കൊത്തിരി കാണുവാനില്ല. പക്ഷേ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൂടുതൽ സൗകര്യങ്ങൾ നമുക്കെല്ലാ കാര്യത്തിലും ലഭിക്കുവാനും വേണ്ടിയിട്ട് അച്ഛനും കൂടി താല്പര്യമെടുത്തത് നമുക്കറിയാം. ലക്ഷക്കണക്കിന് രൂപ ഈ വർഷം ഇവിടെ മുടക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു കെട്ടിടമോ ഒന്നും ഉയർന്നു വന്നിട്ടില്ല. പക്ഷേ എല്ലാം വിദ്യാർത്ഥികളുടെയും ഇവിടെ അധ്യാപകരുടെയും സ്കൂളിൽ വരുന്നവരുടെയും ഒക്കെ കൂടുതൽ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു, അച്ഛൻ എന്ത് കാര്യങ്ങൾ ചെയ്താലും പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നു. പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക, അത് വളരെ ഇത്രയേറെ താല്പര്യം കാണിക്കുന്ന അച്ഛൻ നമുക്ക് ഒരു മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് അധ്യക്ഷത വഹിച്ച ഫാദർ തോമസ് കരിമ്പങ്കാലായി ഈ സ്കൂളിൻ്റെ പേരിലും ഈ മീറ്റിങ്ങിൻ്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ നമുക്ക് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാറിന് അദ്ദേഹം തിരക്കുകൊണ്ട് പോയി, ഇതിനോടകം നന്ദി പറഞ്ഞതാണ്. എങ്കിലും ഈ മീറ്റിങ്ങിൻ്റെ പേരിൽ ശ്രീ പി ജെ ജോസഫ് സാറിനുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകം അറിയിക്കുകയാണ്. മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീമതി ബീന ബിജു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ നാട്ടുകാരിയാണ്. ഈ സ്കൂളിലെ ഇതിനു മുമ്പ് MPTയുടെ പ്രസിഡന്റുമൊക്കെയായി സേവനം ചെയ്തിട്ടുള്ള ആളാണ്. നമ്മുടെ ഈ സ്കൂളിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ശ്രീമതി ബീന ബിജു എപ്പോഴും താല്പര്യം കാണിക്കുന്നുണ്ട്. ഇന്നിവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഥമ വനിത ശ്രീമതി ബീന ബിജുവിന് നിങ്ങൾ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഇതുപോലെ ബഹുമാനപ്പെട്ട ശ്രീ പി ജെ ജോസഫിൻ്റെ ഒപ്പം മറ്റൊരു ആവശ്യത്തിനായി, സ്വകാര്യ ആവശ്യത്തിനായി പോയി നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ ജോജി തോമസ് ഇടാമ്പുറത്ത്. നമുക്കറിയാം, സ്കൂളിലിരിക്കുന്ന വാർഡിലെ മെമ്പറാണ്. പി ജെ ജോസഫിനെ കാണുന്നതിനും ഈ പരിപാടിക്ക് ക്ഷണിക്കുന്നതിനും ജോസാറ് പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും ആദ്യം മുതലേ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ശ്രീ ജോജി ഇടാമ്പുറം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ശേഷം ഏറ്റവും അവസാനം പി ജെ ജോസഫിനെ പോയി ക്ഷണിക്കുന്നതിനും ജോജി ഇടാമ്പുറം കൂടെ വരികയും കൃത്യമായിട്ട് അതിൻ്റെ ഫോളോ അപ്പ് ഇന്നലെ വിളിച്ച് ജോസഫ് സാർ വരുന്ന കാര്യം സാറിനെയും സാറിൻ്റെ സെക്രട്ടറിയും എല്ലാം വിളിച്ച് കൺഫേം ചെയ്യുകയും ഇന്ന് രാവിലെയും ഒക്കെ ഇതിനൊരു ഫോളോ അപ്പ് നടത്തിയ നമ്മുടെ വാർഡ് മെമ്പർ കൂടിയായ ശ്രീ ജോജി ഇടാമ്പുറം, ജോജി തോമസ് ഇടാമ്പുറത്തിന് നിങ്ങളെല്ലാവരുടെയും പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അടുത്തതായി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ മുൻ ഹെഡ്മാസ്റ്ററും ഇപ്പോൾ OLLS ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ്മാസ്റ്ററുമായ ശ്രീ ജോസ് എടശ്ശേരി സാറ് നമുക്ക് ആശംസാ പ്രസംഗങ്ങൾ നേരുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു. സാറിനും അടിസ്ഥാനപരമായി മാറ്റങ്ങൾ വന്നോ എന്ന് സംശയിക്കുന്നു. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇതുപോലെ ഒരു പരിപാടിക്ക് വേറൊരു സ്കൂളിൽ പോകാനൊന്നും സാറ് പോയിട്ടില്ല. സാറൊന്ന് പോയിട്ട് വേണം എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി വെറുതെ ഒന്ന് ഇരിക്കാനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. സാറ് ഈ പ്രവർത്തന ദിവസത്തിൽ ഒരു ദിവസം പോലും സ്കൂളിൽ വരാതിരുന്നിട്ടില്ല. പിന്നെ എന്താണോ ഇന്ന് വന്നത് എന്ന കാര്യം അത്ഭുതപ്പെട്ട് രാവിലെ. കാരണം സാറ് എവിടെയായിരിക്കുന്നുവോ അവിടെ ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നു. ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്കും ഇവിടെ ഇരിക്കുന്ന അധ്യാപകർക്കും എന്നേക്കാൾ സാറിനെ പരിചയമുള്ളതാണ്. എന്തായാലും ഈ സംരംഭത്തിന് ചുരുക്കാൻ പിടിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം സാറ് പറഞ്ഞു. 2-3 അവസരത്തിൽ സാറിനോട് ഞാൻ തന്നെ പറഞ്ഞു, സാറേ ഇതിനി ഈ പൈസ ശേഖരിക്കുക എന്നുള്ളത് എളുപ്പമല്ല. നമുക്കൊരു ക്ലാസ് റൂമിൽ പി ജോസഫ് സാർ തന്ന സാധനങ്ങളെല്ലാം കൂടി ഒരുക്കി ഈ സ്മാർട്ട് ക്ലാസ് റൂം നമുക്കങ്ങ് ആരംഭിക്കാം. അല്ലാതെ ഇത്രയും ഫർണിഷ് ചെയ്യുക എന്ന് പറയുന്നതിന് ഇറങ്ങിത്തിരിച്ചാൽ അത് എളുപ്പമാണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ സത്യം പറഞ്ഞ സാറിനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. കാരണം
അതുപോലെ നമ്മുടെ നമുക്കറിയാം ഇൻഡോർ സ്റ്റേഡിയത്തിനെല്ലാം വേണ്ടി നമ്മൾ പലരെയും സമീപിക്കുകയും കുറേയധികം പൈസ കളക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. പക്ഷേ സാറിൻ്റെ നിരന്തരമായ ഉത്തേജനം ഇതിന് നൽകിയതിൻ്റെ പേരിലാണ് ഇതിപ്പം യാഥാർത്ഥ്യമായിരിക്കുന്നത്. അതിന് ശ്രമിച്ച സാറിനും ഇന്ന് ഈ മീറ്റിങ്ങിൽ എത്തിച്ചേരുവാൻ സാധിച്ച സന്മനസ്സിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ നമുക്ക് സ്വാഗതം ആശംസിച്ച സിസ്റ്റർ, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ബെസിമോൾ വി കുര്യാക്കോസ്, നമുക്കറിയാം പുതിയ ആളാണ്, പക്ഷേ എല്ലാം പരിചയമായിരിക്കുന്ന സ്കൂളിലെ സാഹചര്യങ്ങളും സ്കൂളുമായി ബന്ധപ്പെട്ടവരെയും സ്കൂളിലെ കുട്ടികളെയും എല്ലാം പരിചയമായിരിക്കുന്നു. എന്തായാലും ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എപ്പോഴും ചുക്കാൻ പിടിക്കുകയും ഇനി വരും ദിവസങ്ങളിൽ പുതിയ പുതിയ സംരംഭങ്ങളിലേക്ക് നമ്മളെ നയിക്കുവാൻ ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ബെസിമോൾ വി കുര്യാക്കോസിന് ഈ മീറ്റിങ്ങിൻ്റെ പേരിലുള്ള ഔപചാരികമായ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ PTA പ്രസിഡന്റ്, നമ്മുടെ MPTA പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അപ്പം നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ റജി പി തോമസ്, ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളിലും ഈ സ്കൂളിലെ ഒരു അധ്യാപകൻ്റെ ചെയ്യുന്ന രീതിയിലോ ചില അവസരത്തിൽ അല്പം കൂടിയോ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ റജി പി തോമസിന് ഔപചാരികതയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ ഇതിനെ സഹായിച്ച വ്യക്തികൾ ഓൾഡ് സ്റ്റുഡൻസ് ഹു ആർ ലിവിങ് ഇൻ ഷിക്കാഗോ നൗ. നമുക്കറിയാം അവരുടെ ജോസാറ് പറഞ്ഞതുപോലെ ശ്രീ രാജു കുര്യൻ ചേനാട്ടിൽ, അതുപോലെ തന്നെ നമ്മുടെ PTA പ്രസിഡന്റ് സഹോദരൻ കൂടിയായ ശ്രീ ബിജു പി തോമസ് അയലാരത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ, യഥാർത്ഥത്തിൽ ഇവർ മാത്രമല്ല ഇവരുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു സംഘമാണ് ഇതിനെ നമ്മളെ സഹായിച്ചത്. അതിൻ്റെ ഒപ്പം ജോസാറോട് സൂചിപ്പിക്കുകയുണ്ടായി, റിട്ടയറായ 2 അധ്യാപകർ സ്പീനി ടീച്ചറും മോൻസി ടീച്ചറും, സ്പീൻ ടീച്ചറോട് എത്തിച്ചേർന്നിട്ടുണ്ട്. മോൻസി ടീച്ചറും എല്ലാം ഇതിന് നമ്മളെ വളരെ കാര്യമായ സംഭാവനകൾ നൽകി. ഇവർക്കെല്ലാവർക്കും ഈ സ്കൂളിന് പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള PTA മെമ്പർമാർ, അതുപോലെ ഇന്നത്തെ നമ്മുടെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച പ്രത്യേകം ചില വിഭാഗത്തിലുള്ള സ്റ്റുഡൻസ്, SPC, സ്കൗട്ട്, ഗൈഡ്, JRC, ബാൻഡ് എന്നിവരെയെല്ലാം, ഈ വിഭാഗത്തിലുള്ള കുട്ടികളെല്ലാം അവരുടെ പ്രവർത്തനങ്ങൾ നല്ല ഭംഗിയായി അച്ചടക്കത്തോടുകൂടി ചെയ്തു. അവരൊക്കെ എല്ലാവർക്കും ഈ സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ പങ്കെടുത്ത ഇത്രയേറെ അച്ചടക്കത്തോടുകൂടി ഈ മീറ്റിങ്ങിന് കഴിഞ്ഞ 1 മണിക്കൂറിലധികം നേരമായി ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മളിവിടെ UPC ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള എല്ലാ കുട്ടികൾക്കും, അധ്യാപകർക്കും, അതുപോലെ നമ്മുടെ കായിക മേഖലയിൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ജോർജ് കുട്ടി ചേട്ടിപ്പറമ്പിൽ മുതലായ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.